സ്വത്ത് തർക്കത്തിന്റെ പേരിൽ കാഞ്ഞിരപ്പള്ളിയിൽ സഹോദരനെയും മാതൃ സഹോദരനെയും വെടിവെച്ചു കൊന്ന കേസിലെ പ്രതിക്ക് വിധി നാളെ. പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും അന്തിമവാദം കോടതി കേട്ടു. ഇന്നലെ പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷാവിധിക്ക് മുൻപുള്ള അന്തിമവാദമാണ് ഇന്ന് കോടതിയിൽ നടന്നത്. താൻ നിരപരാധിയാണെന്ന് പ്രതി ജോർജ് കുര്യൻ ഇന്നും ആവർത്തിച്ചു. പ്രായമുള്ള അമ്മയുടെ ചികിത്സയും കുട്ടികളുടെ ഭാവിയും കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പറഞ്ഞു. എന്നാൽ പ്രതിക്ക് വധശിക്ഷയടക്കം പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പ്രതി കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ്. മനുഷ്യത്വം ഒട്ടുമില്ലെന്നും ഇപ്പോഴും കുറ്റബോധമില്ലെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഒരാൾക്ക് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുത്താൽ മതിയോ അതോ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമോ എന്ന് കാണുന്നതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? അയാൾ റിഫോം ചെയ്യാവോ എന്നുള്ളതാണ്. റിഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം അയാൾക്ക് പശ്ചാത്താപം വേണം, അല്ലേ? പശ്ചാത്താപം ഇല്ലാത്ത ഒരു മനുഷ്യനും റിഫോമേഷൻ വിധേയനല്ല. വധശിക്ഷ വിധിക്കരുത് എന്ന ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. കുടുംബത്തിൽ നിന്നുമുണ്ടായ അവഗണനയാണ് ഈ അവസ്ഥയിലേക്ക് പ്രതിയെ എത്തിച്ചത്. മാനസികമായുണ്ടായ ബുദ്ധിമുട്ടുകളെ പരിഗണിക്കണമെന്നും പ്രതിഭാഗം പറഞ്ഞു. ഇരുഭാഗത്തിനും പറയാനുള്ളത് വിശദമായി കേട്ട കോടതി വിധി പറയാൻ കേസ് നാളത്തേക്ക് മാറ്റി. 1.5 വർഷം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് കേസിൽ കോട്ടയം സെഷൻസ് കോടതി വിധി പറയുന്നത്. 2022 മാർച്ച് 7-നാണ് സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരൻ രഞ്ജി കുര്യനെയും മാതൃ സഹോദരൻ മാത്യൂസ് കറിയെയും പ്രതി വെടിവെച്ച് കൊന്നത്. 24 കോട്ടയം.